ഹായ് ഓൾ, എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? മാംഗോ കൊണ്ടൊരു പുഡിംഗാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മോളുടെ സ്കൂളിൽ നിന്ന് മാംഗോയുടെയാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും മാംഗോ കൊണ്ട് എന്തെങ്കിലും ഡിഷൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ മോൾക്ക് ഞാനിതേപോലൊരു മാംഗോ കൊണ്ടൊരു പുഡിംഗാണ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ഞാനൊരു പാത്രത്തിൽ വെള്ളം നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പാൽപ്പൊടി കലക്കി ഒഴിച്ചിട്ട് ഇതുപോലെ കോൺഫ്ലവർ ഒന്ന് കുറുക്കി എടുത്തിട്ട് പാകത്തിലുള്ള മധുരം ഇട്ടിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മീതെ ബ്രെഡ് 4 അരികും കളഞ്ഞ ബ്രെഡും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഷുഗർ ഉരുക്കിയെടുത്തിട്ട് അതൊന്ന് പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇട്ടോ, അധികം വേണ്ട, പിന്നെ ബ്രെഡൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഐസ്ക്രീമാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കട്ടോ. ഞാൻ വാനിലേൻ്റെ ഐസ്ക്രീമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ മാംഗോ ആണെങ്കിൽ മാംഗോ, അല്ലെങ്കിൽ സ്ട്രോബെറി ആണെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് ഓരോരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ബ്രെഡിൻ്റെ മീതെ ഇതുപോലെ ആയിട്ട് എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 മാങ്ങ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തിട്ട് വെള്ളം കൂടെ ചേർക്കുക. നേരത്തെ നമ്മൾ ഷുഗർ ഇതാക്കിയ വെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്ന് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചെടുത്താൽ മതി, കളയേണ്ട ബാക്കിയുണ്ടെങ്കിൽ. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കുക. പാകത്തിലുള്ള മധുരം കൂടി ചേർക്കട്ടെ. ഇടയ്ക്ക് മധുരം നോക്കണം. ചില മാങ്ങ പുളി ഉണ്ടാവും. അപ്പം മധുരം കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് പഞ്ചസാര കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. എങ്കിൽ നമ്മൾ പുഡിംഗ് എന്ന് പറഞ്ഞാൽ മധുരമാണല്ലോ അധികം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ മധുരം വേണം കേട്ടോ. നന്നായിട്ട് കുറുകി വരണം. പിന്നെ എന്താണെന്ന് പറയുക, അത് തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് വേഗം അടിക്ക് പിടിക്കും. പിന്നെ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം, കട്ടിയായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചൂടാറിയതിന് ശേഷം വേണം ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഐസ്ക്രീമും കൂടെ മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം നമ്മളിതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് മാംഗോ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യട്ടെ. ഞാൻ കുറച്ച് ബദാം ചുറ്റൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്കത് അലങ്കരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് സൽക്കാര പരിപാടിയിൽ വേണമെങ്കിലും നമുക്കിത് വെക്കാം. നല്ല നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.